കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തുള്ള ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ കാത്തിരിക്കുന്നത് ഭക്തരെ കാണാൻ എന്ന് നോക്കാൻ വേണ്ടി പോവാം. അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച് വിഘ്നങ്ങളൊക്കെ അകറ്റിയിട്ട് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. ഇന്ന് ഞായറാഴ്ചയാണ്, നല്ല തിരക്കാണ്. രാവിലെ മുതൽ നല്ല തിരക്കാണ്. അതിനപ്പുറം 100ൻ്റെ മേലെ കല്യാണങ്ങൾ. ആ കല്യാണ തിരക്ക്, കിഴക്കേ നട മുഴുവൻ കല്യാണ തിരക്കുകളായിരുന്നു. ഏകദേശം ഉച്ചപൂജ വരെ അത് തുടർന്നു. വളരെയധികം ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നു, കല്യാണത്തിൻ്റെയും എല്ലാമായിട്ടും. അങ്ങനെ നമ്മളെന്തായാലും തൊഴാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ വാതിൽപ്പടി കയറി, വാതിൽപ്പടിയുടെ അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ അകത്തെ ആ പ്രകാശം കാണാം, ദിവ്യപ്രകാശം. അത് കണ്ടു. അതേപോലെ ഇടത് വശത്തേക്ക് നോക്കുമ്പോൾ ആ മേൽപ്പത്തൂര് ഇരുന്ന് നാരായണീയം എഴുതിയിരുന്ന സ്ഥലം കാണാം. അവിടെ ഒന്ന് ഇരുന്ന് അദ്ദേഹത്തെ സ്മരിക്കാം. അതുപോലെ വലതുവശത്ത് ആ തൂണ് കാണാം, നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് കാണാം. അപ്പോൾ അവിടെ നോക്കിയിട്ട് തൊഴാം. അങ്ങനെ വന്ന് നമ്മൾ വീണ്ടും അകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്, ശ്രീലകത്തേക്ക്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ കാൽപാദങ്ങൾ കാണാണ്ട് കാൽവളകൾ അണിഞ്ഞിട്ടുണ്ട്. അതും രസമായിട്ട് എന്താ വെച്ചാൽ കാലിൻ്റെ മുകളിൽ കാല് കയറ്റിയിരിക്കുക, വലിയ ആളായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നോക്കി വരുമ്പോൾ അരയിൽ കിങ്ങിണി കാണാണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ചെറിയ എന്താ പറയുക, കോണകം മാത്രമേ എടുത്തിട്ടുള്ളൂ. വലിയ ആളായി എന്നുള്ള നിലയിൽ ഇങ്ങനെ ഇരിക്കുക. പക്ഷേ ചെറിയ കുട്ടിയാണ്. ഇനി അരമണിയൊക്കെ ഇങ്ങനെ കാണാണ്ട്. അതേമാതിരി ആ കുമ്പോട് കൂടിയിട്ടാണ് അരമണി ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ മേലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ മാറത്തൊരു ഗോപീതിലകം കാണാണ്ട്. പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കളുണ്ട്. അതേപോലെ തിരുനെറ്റിയിലൊരു ഗോപീതിലകമുണ്ട്. വലതേ കയ്യിൽ വെണ്ണുരുളുണ്ട്, ഇടതേ കയ്യിൽ ഓടക്കുഴലും ഉണ്ട്. വലിയ ആളായിട്ട് ഇരിക്കണ പോലെ കാലുമക്കാല് കയറ്റിയിട്ട് ഇരിക്കണ പൊന്നുണ്ണിക്കണ്ണനാണ് ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ ഉള്ള കളഭാലങ്കാരം. പിന്നെ നോക്കുമ്പോൾ തിരുമുടി മാലകൾ കാണാണ്ട്. പീലിത്തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. തിരുമുടി മാല 2 ഉള്ളത്. തെച്ചിയും തുളസിയായിട്ടുള്ളൊന്നും, വെളുത്ത പൂവും തുളസിയായിട്ടുള്ളൊന്നും. അതേപോലെ 2 വലിയ ഉണ്ടമാലയുണ്ട്. വെളുത്ത പൂവ്, തുളസി കുറച്ച്, പിന്നെ തെച്ചി ആയിട്ടുള്ള അങ്ങനത്തെ ഒന്നും, വെളുത്ത പൂവും തുളസിയും ആയിട്ടുള്ളതും. അങ്ങനെ 2 ഉണ്ടമാലകളും. വളരെ രസമായിട്ടുള്ള നല്ല ഒരു കുസൃതി നിറഞ്ഞ ഒരു പൊന്നുണ്ണിക്കണ്ണൻ ആണ് ഇന്നത്തെ ശ്രീലകത്തെ ഭഗവാന്റെ കളഭാലങ്കാര രൂപം. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴാണ് എന്നങ്ങോട്ട് സങ്കല്പിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് നിന്നുള്ള ആ ഒരു അനുഗ്രഹം നമ്മിലേക്കും എത്തും. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതോളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ അങ്ങനെ ഇറങ്ങുകയാണ്. ശ്രീലകത്ത് നിന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നേരെ അഗ്നികോണിലേക്കൊന്ന് നോക്കി തൊഴുതു, തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴുതു. പിന്നീട് ആ ചുമരിൻ്റെ മുകളിലുള്ള അല്ലക്കണ്ണനെ ഒന്ന് കണ്ടു തൊഴുതു. പിന്നീട് നമ്മൾ വരുന്നത് സപ്തമാതാക്കളെ കണ്ടു തൊഴുക. അതും കഴിഞ്ഞാൽ വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നിട്ട് വിഘ്നേശ്വരനെ കണ്ടു തൊഴാം. വിഘ്നേശ്വരൻ്റെ അവിടെ വന്നിട്ട് വിഘ്നേശ്വരനെ കണ്ടു തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ
വിഘ്നേശ്വരനെ കണ്ട് തൊഴുതു. സരസ്വതി ദേവീനെ കണ്ട് സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സരസ്വതി ദേവീനെയും കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ചെറിയ വിഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് കാണാം. അങ്ങനെ ആ കോർണറിൽ വരുമ്പോൾ ചെറിയ ഗണപതി വിഗ്രഹം കാണാം. ഒന്ന് തൊട്ട് തലോടിയിട്ട് വരാം. അതിനുശേഷം മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള ആ രൂപങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ മേൽശാന്തിയുടെ അവിടെ നിന്ന് അർച്ചന പ്രസാദവും ഒക്കെ വാങ്ങാം. അതിനുശേഷം നമ്മൾ നേരെ വാമനാവതാരം കാണാം. അതേപോലെ ഗജേന്ദ്രമോക്ഷം കാണാം. അതെല്ലാം കണ്ട് മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. പിന്നീട് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ബാക്കിയുള്ള ശ്രീരാമചന്ദ്രസ്വാമി, അതേപോലെ ബലരാമസ്വാമി, അതേപോലെ ഭാർഗവരാമൻ, അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ കണ്ട് തൊഴുത് കൃഷ്ണനെയും കണ്ട് തൊഴുതു. പിന്നീട് ആ മുരുകനെയും കണ്ടു തൊഴുതു. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്നു. ഇവിടെ നിന്നൊരു വെറ്റിലമാല മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ച് കുങ്കുമം കൂടുതലുണ്ട്, അഭിഷേകമൊക്കെ കഴിഞ്ഞ പോലെ. അപ്പോൾ ഹനുമാൻ സ്വാമീനെ കണ്ടു തൊഴുക. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അചാഢ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുതു. അത് കഴിഞ്ഞാൽ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുതു നേരെ നമ്മൾ ഓവിൻ്റെ അവിടെ വന്നു. ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ പടിഞ്ഞാറ ഭാഗത്തേക്ക് ഞങ്ങൾ പോന്നു. പടിഞ്ഞാറ ഭാഗത്ത് വന്ന് നോക്കിയാൽ നമ്മുടെ താമരക്കണ്ണനെ കണ്ട് തൊഴാം. താമരക്കണ്ണനെ കണ്ട് തൊഴുത് അതിനുശേഷം ആ ഗ്രില്ലിൻ്റെ അവിടെ വന്നിട്ട് ഇടത്തര നേരെ വരുമ്പോൾ ആ മണിക്കിണർ നോക്കി തൊഴാം. മണിക്കിണർ നോക്കി തൊഴുത് പിന്നീട് നമ്മൾ നേരെ ആ നൃത്തറയിലേക്ക് നോക്കിയിട്ട് ഭഗവാനെ ഉണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്ന പോലെ സങ്കല്പിച്ച് നമ്മൾ തൊഴുത് പോരുകയാണ്. അതിനുശേഷം ആ കുറൂരമ്മേനെയും അതേപോലെ നാരദരെയൊക്കെ കണ്ട് തൊഴുത് നേരെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നിട്ട് നേരെ ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. തീർത്തൊക്കെ വാങ്ങി തൊഴുകാം. അങ്ങനെ ഇടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അടുത്ത് വന്നിട്ട് എല്ലാവരും തൊഴുതോളും. അമ്മ വളരെ പ്രസന്നവതിയായിട്ട് നമ്മളെ കാത്തിരിക്കുകയാണ്. ഭക്തരുടെ കഷ്ടങ്ങളെല്ലാം തീർക്കാനായിട്ട് അമ്മ കാത്തിരിക്കുക. അപ്പോൾ അമ്മയുടെ മുന്നിലെത്തിയിട്ട് കൈകൂപ്പി തൊഴുക. എല്ലാവരും തൊഴുതോളും. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതു. അതിനുശേഷം ആ കോർണറിൽ വന്നിട്ട് വടക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കി മമ്മിയൂരപ്പനുമായി പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയ പ്രതീതിയും കൂടിയായി. പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ടൊന്ന് തൊഴാം.
അതിനുശേഷം കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക. പിന്നീട് നേരെ വരുമ്പോൾ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നിട്ട് അയ്യപ്പസ്വാമീനെയും കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമീനെയും കണ്ട് തൊഴുത് ഒന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് നേരെ പടിഞ്ഞാറ് നടയിൽ വന്നിട്ട് ദീപസ്തംഭത്തിലെ വേണുഗോപാല സ്വരൂപം കാണാം. അതേപോലെ കുറച്ചിങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി നിന്നാൽ കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും നോക്കിയിട്ട് തൊഴാം. അങ്ങനെ ഇന്നത്തെയും നമ്മൾ ഉച്ചപൂജയും കളഭാലങ്കാരവും കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.